ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെയാണ്. അപ്പം ദേവയാനിക്ക് ആകെ മൊത്തം ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പം ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറയുന്നത് എൻ്റെ ശരീരത്തിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിനെയാണ് ഈ അസ്വസ്ഥതകൾ ബാധിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനിയിപ്പം സംസാരിക്കേണ്ട. നിങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ, നിങ്ങൾ അമ്പലത്തിൽ പോക്കോ. എൻ്റെ അസ്വസ്ഥതയും എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എന്ത് പ്രശ്നമുണ്ടല്ലോ അത് ഞാൻ അങ്ങ് സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഏതായാലും നമ്മുടെ ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയവർ അമ്പലത്തിലേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാർ അങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയും രേവതിയും വരിക. അപ്പം പെട്ടെന്ന് ജയൻ ചോദിച്ചു, അല്ല നിങ്ങളെവിടെയാ, നടക്കാൻ പോയോ? നടക്കാൻ പോയതാ. അത് എന്തിനാ വെറുതെ ഇതിനകത്ത് ഇരിക്കുന്നത്? മോക്ക് പണ്ടേ ഇങ്ങനെയാ, രാവിലെ നടന്നും ഓടിയൊക്കെയാ ശീലം എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഏതായാലും അകത്തേക്ക് കയറിപ്പോയി. മറ്റവരാണെങ്കിൽ അയ്യപ്പന്മാർ അമ്പലത്തിലേക്കും പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദേവയാനി പറഞ്ഞു, അല്ല മോളിതെവിടെ പോയതാ? അത് പിന്നെ ഞാൻ വല്യമ്മേ ഓടാൻ പോയതാ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം കേട്ടോ, നീ ഒരു ചായ എനിക്ക് എടുത്തോണ്ട് താ, എൻ്റെ മോള് തന്നെ എനിക്കൊരു ചായ എടുത്തോണ്ട് തരണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താ വല്യമ്മ, ഞാൻ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയല്ല അനാമിക അകത്തേക്ക് പോയി. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എൻ്റെ മോളാണ് ചായ എടുക്കുന്നതെങ്കിലും ദേ ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത് ഇവളാണല്ലോ, അപ്പൊ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, ഞാൻ ചായ ഇട്ടത് ഇവിടെ എല്ലാവരും കുടിച്ചതാ, ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? അതെ, എനിക്ക് ആകെ മൊത്തം അസ്വസ്ഥതയാ. അതിൻ്റെ കൂടെ നിന്റെ വർത്താനം, ഈ ചൊറിഞ്ഞ വർത്താനം കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. നീ അകത്ത് കയറി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ അകത്ത് കയറി പോയിട്ടോ. അപ്പം അനാമിക ചായ എടുത്തോണ്ട് വന്നു. അപ്പം നമ്മുടെ ദേവയാനി പറഞ്ഞു, ചായ ഉണ്ടാക്കിയത് അവളാണെങ്കിലും കൊണ്ടു തന്നത് മോളല്ലേ, അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല, നന്നായിരിക്കും ചായ. മോളുടെ കൈ ഇതിനകത്തൊന്ന് ഈ ഗ്ലാസ്സിലൊന്ന് തൊട്ടാൽ മതി, അവിടെ നല്ലതുണ്ടാകും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി നിന്നൊരു പുച്ഛത്തോടൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാമിക ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം തൊട്ടടുത്ത് രേവതിയുണ്ട്. അപ്പം ജലജ ഇങ്ങനെ പതുക്കെ വന്നിട്ട്, ഇനി ഇവർമാരുടെ സംസാരം പതുക്കെ നിന്ന് കേൾക്കണം, അത് കേട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, അതെ അമ്മേ, ഒരു ഗ്ലാസ് പാല് എന്നും അനിയത്തി ചേച്ചിക്ക് കൊടുക്കുന്ന പതിവുണ്ടല്ലോ രാത്രി, അന്ന് വേണം ആ കുഞ്ഞിനെ കൊല്ലാന്. ഏതായാലും ഇന്ന് വൈകിട്ട് പാല് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പൊടി കലർത്തി കൊടുത്താലോ? അത് ശരിയാ മോളെ, ഏതായാലും ആ പൊടി നമുക്ക് കലർത്തി കൊടുക്കാം. ഏതായാലും മരിക്കാനൊന്നും പോകുന്നില്ല, അസ്ഥി തുളച്ച് കയറുന്ന വേദനയായിരിക്കും. അടിച്ച് തിരിച്ചടി അങ്ങനെ പോയേ പറ്റൂ. ആ കുഞ്ഞു പോകുന്നതോടെ അവളുടെ അഹങ്കാരം അങ്ങോട്ട് ശമിക്കൂലോ. എനിക്ക് അത് മതി. അത് കഴിഞ്ഞാൽ പിന്നെ തളർത്തേണ്ടതേ ആ നയനെ, അവളെയും കൂടെ തളർത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് പിന്നെ മോളെ, ഭർത്താവ് 41 ദിവസം വ്രതം എടുത്തേക്കോ, അതുകൊണ്ട് അവള് പരിശുദ്ധയാകാൻ വേണ്ടി നോക്കുക. 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് മല ചവിട്ടി തിരിച്ചു വരുമ്പോഴത്തേക്കും അവളെ ഈ വീട്ടിൽ നിന്ന് പമ്പ കടത്തിയ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിക്കൊണ്ടാ മതിയെന്ന്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജലജ, ഞാനും രക്ഷപ്പെട്ടു, ഇവൾമാര് നന്നായിട്ട് അങ്ങ് പണിയട്ടെ രണ്ടുപേർക്കും, എനിക്ക് ഏതായാലും എല്ലാം നോക്കിക്കൊണ്ട് നിന്നാൽ മതിയല്ലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതി പറയുകയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പം നമ്മൾ കലക്കി വെച്ച പാല് അത് ചിലപ്പോൾ ആദർശിന് വല്ലോ നയനെ എടുത്തു കൊടുത്താലോ? അത് പിന്നെ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശബരിമല പോകും. പിന്നെ അയാളോട് എനിക്ക് വലിയ സിമ്പതിയൊന്നുമില്ല, എനിക്ക് അയാളോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. മുത്തശ്ശനും ഏട്ടനും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എൻ്റെ ഭർത്താവിന് ഞാനും മറ്റുള്ളവരുമൊക്കെ. അതും കൊണ്ട് തന്നെ അയാൾ മരിക്കുന്ന നല്ലത്. എന്തൊരു വീടാ! ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുവോ മോളെ? നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. അത് നല്ല ഭംഗിയായിട്ട് നടത്തി കൊടുക്കണം, എല്ലാത്തിനും ഇഞ്ചിഞ്ചായിട്ട് അവസാനിപ്പിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ ഇതെല്ലാം കേട്ടിട്ട്, എൻ്റെ മോനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം അവൻ്റെ ഭാര്യനെ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കാന്. നാളെ മുതൽ ഇവിടെ എല്ലാം മറിയൂല്ലോ. എൻ്റെ സ്വപ്നമല്ലായിരുന്നോ? എൻ്റെ എത്ര നാളത്തെ സ്വപ്നമാ ഈ 2 പേര് നടത്താൻ പോകുന്നത്.
ഉം ഏതായാലും എന്റെ ദൗത്യം ഇവിടെ തീർന്നു, ഇനി ഇവരുടെ ദൗത്യം ഇവിടെ തുടങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പൊ നമ്മുടെ രേവതി വീണ്ടും പറയുക, മിക്കവാറും ഉണ്ടല്ലോ ആ നവ്വിയില്ലേ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുമായിരിക്കും. അതിൻ്റെ കൂടെ നയനയും പോകും. അപ്പൊ പിന്നെ മുത്തശ്ശനെയും മുത്തശ്ശിനെയും പിന്നെ അനിയനെയൊക്കെ മോള് പെട്ടെന്ന് പാട്ടിലാക്കണം. അതൊക്കെ ഞാൻ നോക്കാം. ഏതായാലും ദേ ആ മരുന്ന് നമുക്ക് കൊടുക്കണ്ടേ, അത് കഴിയട്ടെ. അവൾ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവളുടെ മുഖം ഒന്ന് കാണണം. അത് ഹോസ്പിറ്റലിൽ പോയി ആ മുഖം കണ്ടേ എനിക്ക് ആസ്വദിക്കണം, വേദനിക്കുന്ന ആ മുഖം. ഞാൻ ഒരുപാട് അനുഭവിച്ചതല്ലേ, അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് അനുഭവിച്ചതല്ലേ ആ ഒരു ദിവസം. അതിനുള്ള പണി അവക്കിട്ട് കൊടുക്കണം, അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പുച്ഛിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ ജലജ നേരെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയുക, ദേ എടാ എല്ലാവരും അമ്പലത്തിലേക്ക് പോയി. അമ്മ അവളെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ പോകാത്തത്. അല്ല നീ ആ കാര്യമൊക്കെ മറന്നിട്ട് ഒരു കാര്യം ചെയ്യുക, അവളെ സന്തോഷിപ്പിച്ചാൽ മതി. അല്ല നീ വീട്ടിൽ പോയാൽ അത് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരെയും സ്നേഹിക്കണം, ആദർശനെ പോലെ നീയും മാറിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആനന്ദിക്കട്ടെ. അല്ല ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ വല്ലതും നടക്കുവോ? നടക്കും. ഇങ്ങനെ മാലയിട്ടിട്ട് എല്ലാത്തിലും സംശയം പ്രകടിപ്പിക്കരുത്. അയ്യപ്പസ്വാമിയെ മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാം നടക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് നീ അങ്ങ് പോ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വ്രതം എടുക്കുന്നത്. മാലയിട്ട സമയത്ത് പോലും അവൾ അകന്നു പോകുന്ന ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാടാ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി നീ കാണിക്കേണ്ടത് അവളുടെ കുഞ്ഞു പോകുന്നതിന് മുമ്പുള്ള സ്നേഹം, അതിനുശേഷവും സ്നേഹിക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ അവളെ നീ കൈവെള്ളയിൽ കൊണ്ടു നടക്കണം. അതിനിടയിൽ അനാമികയും അവളുടെ അമ്മയും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കും അവളെ പുറത്ത് വിടാൻ വേണ്ടി. അങ്ങനെ കാരണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ അവളെ തിളപ്പിച്ചിട്ട് കാര്യം ഉണ്ടാക്കിക്കോളാം. അമ്മയാണമ്മേ എൻ്റെ ദൈവം. അങ്ങനെയൊന്നും നീ പറയണ്ട. ഇവിടെ ഇത്രയും സംഭവത്തിന് കാരണം നീ ഒറ്റ ഒരുത്തൻ. അല്ലെങ്കിൽ പിന്നെ നവ്യ ഈ വീട്ടിലേക്ക് വരുമായിരുന്നോ? അവളുടെ അനിയത്തി ഈ വീട്ടിലേക്ക് വരുമായിരുന്നോ? ഇല്ലല്ലോ. നമുക്കൊപ്പം നിൽക്കുന്ന സ്വത്തും പണവും ഒക്കെ ഉള്ള നല്ലൊരു പെണ്ണിന് നീ കല്യാണം കഴിച്ചുകൊണ്ട് വന്നെങ്കിലേ ഒരു ടെൻഷന്റെ കാര്യമില്ലായിരുന്നു. ഈ ടെൻഷൻ ഒന്നും അനുഭവിക്കണ്ടായിരുന്നു. അനന്തപുരിയിലെ സ്വത്ത് ഭാഗം വെക്കേണ്ട എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ആ സ്വത്ത് ഭാഗം വെച്ചില്ലേലും ഭാഗം വെക്കുന്നത് വരെ നിനക്ക് നിന്റെ ഭാര്യയുടെ സ്വത്തും കൊണ്ട് ജീവിച്ചാൽ പോരായിരുന്നോ? അമ്മ ഇനിയിപ്പോൾ അതൊക്കെ വിട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനന്തപുരിയിലെ മൂർത്തി സാറിന്റെ കൊച്ചുമോനല്ലേ, അതിന്റെ ഒരു മൈലേജ് എനിക്ക് കിട്ടാതിരിക്കത്തില്ല. 2ാം കെട്ടെന്ന പോരായ്മ അതിലൂടെ അങ്ങ് നികത്താനും പറ്റും. അപ്പൊ പിന്നെ അമ്മ പേടിക്കണ്ടല്ലോ. പിന്നെ ഞാൻ 1-2 പെൺകുട്ടികളെ കണ്ടുവച്ചിട്ടുണ്ട്. നീ അങ്ങനെ കണ്ടുവെക്കണ്ട, ഞാൻ കണ്ടുവച്ചോളാം. നീ ഇതുപോലെയുള്ള തലവേദന കേസായിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ അവളെ പുറത്താക്കാൻ വേണ്ടി ഞാൻ എൻ്റെ തലച്ചോറ് ചൂട് പിടിപ്പിക്കണം. മണ്ടൻ അമ്മ എന്തിന് എന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ടൻ എന്ന് വിളിക്കുന്നത്? പിന്നെ മണ്ടത്തരം കാണിക്കുന്നവരെ മണ്ടൻ എന്നല്ലാതെ പിന്നെ എന്നാണ് വിളിക്കേണ്ടത്? ബുദ്ധിമാനെന്ന് വിളിക്കാൻ പറ്റുമോ? നീ വെറും മണ്ടനാ. എടാ പോയി അവളെ സ്നേഹിക്കടാ. എന്നിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോ. എല്ലാവരെയും മയക്കി കയ്യിലെടുക്കുക. ജനിപ്പിച്ച അവളുടെ വൃത്തികെട്ട അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോ. കനകയെന്ന് പറയുന്നവള് ബന്ധം വേർപെറിയുന്നതിന് മുമ്പ് ഒന്ന് അടിച്ച് ചെരിപ്പെടുത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടോ? അതുപോലെ അവൾ എന്നെ ദ്രോഹിച്ചിരിക്കുന്ന ഇവിടെ വന്ന് നിന്നപ്പം പറഞ്ഞത് കേട്ടില്ലേ? നോക്കി നിൽക്കാതെ ചെല്ലടാ, അവളെ പാട്ടിലാക്കിയിട്ട് കൊണ്ടുപോകാൻ നോക്കടാ. ശരി അമ്മേ, എങ്കിൽ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അങ്ങ് പോയിട്ടോ. ജലജ ഇങ്ങനെ സ്വപ്നങ്ങൾ ഓരോന്നിങ്ങനെ നെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂലോ. ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യനെ തന്നെയാണ്. നവ്യ വലിയ സന്തോഷത്തിലാട്ടോ ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് അഭി കയറി ചെല്ലുക. അഭി ഇതെന്ത് പറ്റി, ഇന്ന് പതിവിലേറെ സുന്ദരിയായിട്ടുണ്ടല്ലോ. അത് പിന്നെ മനസ്സിന് അത്രയ്ക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാ നമ്മൾ ചെല്ലുന്ന കാര്യം നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല പറഞ്ഞില്ല. ഞാൻ പറയണോ? ഒരു കാരണവശാലും പറയരുത്. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അല്ല നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ട് പോവല്ലേ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കണമെങ്കിലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അവിടെ ഉള്ളതൊക്കെ കഴിച്ചാൽ മതി. അത് അന്യ വീടൊന്നും അല്ലല്ലോ. അല്ല നീ പറയുന്നൊന്നും എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അഭി. നിന്റെ ഈ മാറ്റം അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് നീ വിശ്വസിക്കണമെന്നില്ല. ഇനി എന്നും അഭി ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ. എൻ്റെ ഭാര്യയും ഇനി നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഒക്കെ സ്നേഹിച്ചായിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് ജീവിതം ഇനി നയിക്കാൻ പോകുന്നത്. അത് പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് സന്തോഷം അഭി. എനിക്ക് ഒരുപാട് പ്രാർത്ഥിച്ചതാ നീ ഒന്ന് മാറാൻ വേണ്ടി. അതിന്റെ അവസാനം ദൈവങ്ങൾ നിനക്ക് നല്ല ബുദ്ധി തന്നല്ലോ. അതാ എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിനെ പോലും നീ കണ്ടതായിട്ട് നടിക്കില്ലായിരുന്നു. അതൊക്കെ ഓർത്ത് എനിക്ക് പേടിയായിരുന്നു. അതൊക്കെ നിന്റെ തോന്നല. സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ നവ്യ? അല്ല എങ്കിലും നിന്റെ കാര്യത്തിലേ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു. ആയിക്കോട്ടെ. ഏതായാലും ഇപ്പം നിന്റെ അത്രയും ചിന്തകളൊക്കെ മാറിയില്ലേ? ഒരുവിധം മാറിയിട്ടുണ്ട്. ഞാനിപ്പോഴും വല്ലാത്തൊരു ഞെട്ടല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല നവ്യേ. ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിൽ പോകാൻ മാലയിട്ട് കഴിഞ്ഞപ്പോഴാ
ഭഗവാൻ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നിയത് നീ നിന്റെ ഭാര്യനെ സ്നേഹിക്കാതെ എവിടെ പോയിട്ടും ഒരു ഗുണവും ഇല്ലെന്ന്. അപ്പം മുതൽ എന്തോ എനിക്ക് വല്ലാത്തൊരു മാറ്റം, ഒരു ഉൾവിളി ഉണ്ടായി. അത് ഞാൻ അമ്മയോടും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഇഷ്ടമൊക്കെ നീ നടപ്പിലാക്കിക്കോ. കൂട്ടത്തില് എനിക്ക് തരാനുള്ള സ്നേഹം നീ കുറയ്ക്കാതിരുന്നാൽ മാത്രം മതി, നമ്മുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള സ്നേഹവും. എങ്കിൽ പിന്നെ ഇറങ്ങാം നവ്യ, നമുക്ക് ഇനിയിപ്പോൾ സംസാരിച്ച് നിന്ന് സമയം കളയണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അവിടെ നെണീറ്റു കേട്ടോ. നവ്യ അവിടെ നെണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അബി ഇങ്ങനെ നവ്യേനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ടാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരും കാണട്ടെ. അല്ല ഇനിയിപ്പം നിനക്ക് നട്ടലില്ലാത്തവനാണെന്ന് നിന്റെ അമ്മ പറയുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും നട്ടൽ കാണില്ല, എൻ്റെ മുത്തശ്ശനും ഉൾപ്പെടെ. നീ ധൈര്യമായിട്ട് വാ, എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. നീ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൻ്റെയുടെ ഇരട്ടിയാവുള്ളൂ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ നമ്മുടെ അബി, നിന്റെ തൻ്റെ ഇടത്തിന് ആണിയടിക്കുന്ന ദിവസം അടിയുന്ന്, ഇന്ന് നിന്റെ എല്ലാം തീരൂടി എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച് നവ്യനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സ്നേഹിച്ചൊക്കെയാണ് വെളിയിലേക്ക് പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിനെയും അനാമികേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അനാമിക പറയുക, അമ്മയ്ക്കറിയാലോ എൻ്റെ ഫ്രണ്ട്സിനൊന്നും എന്നെ ഇഷ്ടമല്ല, കാരണം എൻ്റെ അഹങ്കാരം തന്നെയാണ്. ഞാൻ എല്ലാവർക്കും പണി കൊടുക്കുമായിരുന്നു. പിന്നെ ഇവിടെ കയറി വന്നപ്പോൾ ഇവൾമാർക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, എന്നെ ഉണ്ടല്ലോ പാട്ടിലാക്കാന്ന്. അതേതായാലും തെറ്റി. അതേ മോളെ, അടിക്ക് തിരിച്ചടി, അത് തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോഴാണ് പെട്ടെന്ന് അനാമിക നോക്കുന്നത്. അനാമിക നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നവ്യേനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഭി ഇറങ്ങി വരികയാണ്. അപ്പൊ അനാമിക പറയുക, അമ്മേ ദേ നോക്കിക്കേ വരുന്നുണ്ട് രണ്ടും കൂടെ അടയും ചക്കരയും ചേർന്ന്. അപ്പൊ രേവതി ചോദിച്ചു, അല്ല എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അത് പിന്നെ ഞങ്ങളൊന്ന് പുറത്തു പോവാ, അത് പതിവില്ലല്ലോ. അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു, പതിവൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോവാന്നേ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും. ആദ്യം നീ നിന്റെ അനിയെ മാറ്റിയെടുക്കാൻ നോക്ക്, ഭർത്താവിനെ സ്നേഹിക്കാൻ നോക്ക്, എന്നിട്ട് ഭർത്താവ് പുറത്തേക്കും ബന്ധുവീട്ടിലേക്കും ഒക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ഇവിടെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കറിയാം. എൻ്റെ ഭർത്താവും ഞാനും ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും. അല്ല ഇന്നലെ വരെ ഭാര്യ ഭർത്താവിന് ചതുർത്ഥിയായിരുന്നല്ലോ, പിന്നെ എന്തു പറ്റി? അതെ ചതുർത്ഥിയായിരുന്നു. ഇന്നലെ രാത്രി മുതലേ എൻ്റെ ഭാര്യനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ഈ മാല ഇട്ടതിന് ശേഷം. നിനക്കെന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ രേവതി പറഞ്ഞു, ഓഹോ അപ്പൊ കെട്ടിയോനും ഒരുമിച്ചിറങ്ങിയേക്കല്ലേ? അല്ല അപ്പൊ പിന്നെ മാല അഴിക്കുന്നതോടെ ഇവളുടെ ആ ഒരു സ്നേഹം നീ കുറയ്ക്കുവോ? അതെ, അത് നിങ്ങളുടെ മരുമോനോട് പോയി ചോദിച്ചാൽ മതി, എൻ്റെ ഭർത്താവിനോട് ചോദിക്കണ്ട. അപ്പൊ അനാമിക പറഞ്ഞു, നിങ്ങളുടെ സംസാരം കുറച്ച് കൂടുന്നുണ്ടേ. അപ്പൊ അഭി പറഞ്ഞു, അതെ ഇവള് ചോദിക്കുന്നതിന് മറുപടിയല്ല പറയുന്നത്, അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? അതിനൊരു പ്രശ്നമില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ഭാര്യനെ അനാവശ്യമായി കുറ്റപ്പെടുത്തരുത്. അപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, അബി ഇവരോട് സംസാരിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. ഇവളുണ്ടല്ലോ, ഇവള് പായസത്തിലെ വിഷം കലർത്തിയവളാ, ഇവള് പെരുംകളി. അപ്പൊ അനാമിക പറഞ്ഞു, ഓ ഞാൻ പെരുങ്കള്ളിയാണെങ്കിൽ നീയും നിന്റെ അമ്മയൊക്കെ കാട്ടുകള്ളികളാന്ന് പറഞ്ഞപ്പോ മിണ്ടിപ്പോകരുത്. എന്നെ തല്ലാൻ ഈ കൈ പൊങ്ങിയാലോ മര്യാദയ്ക്ക് അടിച്ച് ഞാനുണ്ടല്ലോ ഷേപ്പ് മാറ്റും. എൻ്റെ 2 കൈയും അവിടെയും ഇവിടെയും പതിയും. അതുകൊണ്ട് അനാമികെ നീ മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് പറഞ്ഞു. അപ്പൊ അഭി പറഞ്ഞു, ബാ നവ്യെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നമ്മൾ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, നമുക്ക് പോകാന്ന് പറഞ്ഞു കേട്ടോ. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അങ്ങ് കൂടിയില്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അവൾ കത്തട്ടെ മോളെ, അങ്ങനെ കത്തുമ്പം നമ്മുടെ തീരുമാനം നടപ്പിലാക്കും, നമ്മുടെ കർമ്മം ചെയ്യും. അവളെ വലിച്ചു കീറാനുള്ള ദേഷ്യം മോക്കുണ്ടെന്നറിയാം. ഉണ്ടമ്മേ എനിക്കുണ്ട്. നമ്മൾ വലിച്ചു കീറണ്ട മോളെ. ഇന്ന് രാത്രി പാല് കുടിച്ച് കഴിയുമ്പോൾ അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരും. അവള് കിടന്ന് പൊളയും. വയറ്റിലാണോ വേദന തലയിലാണോ വേദന എന്നറിയാതെ അവള് കിടന്ന് പൊളയും. അത് കണ്ടേ എൻ്റെ മോൾ ആസ്വദിക്കും. മോള് മാത്രമല്ല എനിക്കും ആസ്വദിക്കണം അതൊക്കെ കണ്ട്. അതുകൊണ്ട് അവളിപ്പോ പോയി ആനന്ദിച്ചിട്ട് വരട്ടെ, അവളുടെ അവസാന ആനന്ദം. അല്ല അമ്മേ, അയാൾ എന്തായിരിക്കും പെട്ടെന്ന് അവളെ സ്നേഹിക്കാൻ കാരണം? അറിയില്ല. ഇവിടെ ഓരോന്നിന്റെ സ്വഭാവം ഓരോ രീതിക്കാം, എപ്പോഴാ മാറുന്നതെന്നൊന്നും അറിയില്ല. അല്ല ഇനി പുറത്തു പോയവരെ ഇന്ന് തിരിച്ചു വരത്തില്ലേ അമ്മേ? ഇന്ന് വന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും തിരിച്ചു വരുമല്ലോ. ആ തിരിച്ചു വരുന്ന അന്ന് രാത്രി അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ കൊല്ലും. അതോടുകൂടി അവളുടെ അഹങ്കാരം അവസാനിക്കും. മോള് കാത്തിരുന്നോ എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷം. അനാമിക ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അഭിയും നവ്യയും കൂടെ വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടും എങ്ങോട്ടാ പോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് വല്ലതും ആണോ? ചെക്കപ്പ് വല്ലതും ഉണ്ടോ? ഹേയ് അല്ല മുത്തച്ഛ, ഞങ്ങൾ വേറൊരിടം വരെ പോവുക. വേറൊരിടം എന്ന് പറഞ്ഞാൽ അതെവിടെയാ? അല്ല ഇങ്ങനെ ഒരു സീൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ രണ്ടും പുറത്തേക്ക് പോകാറുമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാന്ന് വസന്തര പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു, അത് പിന്നെ വേറെ എങ്ങോട്ടേക്കും അല്ല, ഞാൻ ഇവളുടെ വീട്ടിലേക്ക് പോവാ.
ഹേ, ഇവളുടെ വീട്ടിലേക്കോ? അതെന്താ പതിവില്ലാതെ ഇവളുടെ വീട്ടിലേക്ക് പോകുന്നത്? ഹേയ്, അതൊന്നുമല്ല. ഇവക്ക് അങ്ങോട്ട് പോകാൻ ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട്. അല്ല, നീ നിന്റെ അമ്മയുടെ ആഗ്രഹം മാത്രമല്ല അഭി സാധിച്ചു കൊടുക്കാറുള്ളൂ, ഭാര്യയുടെ ആഗ്രഹവും നീ സാധിച്ചു കൊടുക്കാൻ തുടങ്ങിയോ? ദേ, ഞാനൊരു കാര്യം പറയാം. നയന മോളെക്കാളും പുറത്തു പോകാൻ ഇഷ്ടമുള്ള ഒരാളാ നവ്യമോള്. അങ്ങനെ ഒരാളെ വീട്ടിനകത്ത് തളച്ചിടുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. അതുകൊണ്ട് മോളെ പുറത്തു കൊണ്ടുപോകുന്നത് നല്ലതാ. പിന്നെ മോളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞാ. ആ ഓർമ്മ എപ്പോഴും നിനക്ക് വേണം. കുഞ്ഞിന്റെ അമ്മയെ സന്തോഷിപ്പിക്കേണ്ടത് നിന്റെ കടമയാ. ആ, ശരിയാ മുത്തശ്ശി. അതുകൊണ്ട് ഇന്നു മുതൽ ഇവക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനാ എന്റെ തീരുമാനം. അപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ. ചേച്ചീനെയും കൂട്ടി സോറി, ചേച്ചിയല്ല കേട്ടോ, നയനയും കൂട്ടി ഒരു ദിവസം പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാന്ന് പറഞ്ഞു. അപ്പോഴാണ് നയന പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നത്. അപ്പം നയന ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയനയും പറഞ്ഞു, സത്യമായിട്ടും മുത്തശ്ശ, എനിക്ക് ഒരു അത്ഭുതം തോന്നുക. ഇങ്ങനെ ഒരു സീൻ കാണുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല. എപ്പോഴും അമ്മയും അച്ഛനും പറയാറുണ്ട്, ദേ ഇവര് രണ്ടുപേരെയും കൂടെ അങ്ങോട്ടേക്ക് വിടണമെന്നും നീ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും അഭി മനസ്സിലാക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകും. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു, ഇവളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാനാ ഞാനിനി തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോടാ? അല്ല, നിന്റെ തീരുമാനം ആയതുകൊണ്ടേ അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ നവ്യ പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശ ഞാനും ഇവനോട് ചോദിച്ചിരുന്നു, വേറെ ഒന്നും കൊണ്ടും അല്ല. ദേ, നിന്റെ അമ്മ ചിലപ്പോഴൊക്കെ സ്നേഹം കാണിച്ചേ അമ്മ അടുത്തേക്ക് വരാറുണ്ട്, ആ ജലജ. അപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പാ അതിനു പിന്നാലെ അവൾ എന്തെങ്കിലും സ്വാർത്ഥത കാണിക്കുന്നു. ഏയ്, അതൊന്നും അല്ല മുത്തച്ഛ. ഈ മാറ്റത്തിന് പിന്നിൽ ഒരു ദുരുദ്ദേശവും ഇല്ല. ഈ മാറ്റത്തിന് പിന്നിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഇവള് ജന്മം നൽകണം. ഈ തറവാട് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ കുഞ്ഞിന് അച്ഛൻ നിമിത്തം ഒരു പോരായ്മയും ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിമിത്തം ഒന്നും സംഭവിക്കരുത്. എടാ, ശബരിമല പോകാൻ മാലയിട്ട സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നല്ലത് തന്നെയാ. എന്തു മാറ്റവും ഒരു മനുഷ്യനെ ഉണ്ടല്ലോ നല്ലവനാക്കും. ഏതായാലും ഭാര്യയോട് മത്സരിച്ചിട്ടോ സ്നേഹിക്കാതിരുന്നിട്ടോ ഒരു കാര്യവുമില്ല. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വിഷമിക്കുമ്പോൾ ഏത് ദൈവങ്ങളാടാ നിന്നെ അനുഗ്രഹിക്കുന്നത്? ഒരിക്കലും ഒരു ദൈവങ്ങളും അനുഗ്രഹിക്കില്ല. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഏതായാലും രണ്ടുപേരും പോയിട്ട് വാ, ഇനിയിപ്പം സമയം കളയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അഭി പറഞ്ഞു, മുത്തശ്ശി എന്നാ പോകുക, അനുഗ്രഹം വേണം എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും അനുഗ്രഹമൊക്കെ മേടിക്കാണ് കേട്ടോ. അപ്പൊ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വസന്തര പറഞ്ഞു, അല്ല മോളെ, മോക്കാണല്ലോ സന്തോഷം അഭി നവ്യനെയും കൊണ്ട് പോയതില്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ സന്തോഷിക്കാതെ ഇരിക്കുവോ? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഇവിടുത്തെ ആദ്യത്തെ കുഞ്ഞുങ്ങള് നിങ്ങളുടെ ആകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനിപ്പോ പൊക്കോട്ടെ, സാരമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്നോട് ആ ജോത്സ്യം പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഭാഗ്യമുള്ള മോളാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സമയം ഒട്ടും വൈകിപ്പിക്കൊന്നും വേണ്ട. ഇനി 41 ദിവസം കഴിയുമ്പം ദേ ആ ഒരു സന്തോഷ വാർത്ത എനിക്ക് കേൾക്കണം. ദേ, എൻ്റെ ആദർശ് നയനമോളും അമ്മയും അച്ഛനും ആകാൻ പോകുവാണെന്നുള്ള സന്തോഷ വാർത്ത. ആ സന്തോഷ വാർത്ത കേൾക്കാനാ ഞാൻ കാത്തിരിക്കുന്നത്. ആ കുഞ്ഞിക്കാലിൽ കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. ദേ, മരിക്കുന്നതിന് മുമ്പ് ആ ഒരു ആഗ്രഹം മാത്രമേ ഈ മുത്തച്ഛനുള്ളൂ. അത് മോള് സാധിച്ചു തരണം. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് ഒരു ചെറിയ ചിരിയോടുകൂടി നമ്മുടെ നയനെ അങ്ങ് അകത്തേക്ക് കയറി പോവാ. പിന്നെ കാണിക്കുന്നത് പൂജാമുറിയിൽ നമ്മുടെ നയനെ ഇങ്ങനെ പൂജിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് അനാമികയും രേവതിയും ഒക്കെ കടന്നു വരിക. അവര് മാത്രമല്ല, എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ജയനും അനിയുടെ അമ്മയും ഒക്കെ. അപ്പം പെട്ടെന്ന് ജയൻ പറഞ്ഞു, അല്ല നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് കയറാതെ പൂജാമുറിക്ക് അകത്തേക്ക് കയറ. പിന്നെ അവള് പുല്ലേ പൂജ ചെയ്യുന്നത്, എങ്ങനെ അകത്തേക്ക് കയറാൻ തോന്നുന്നത്? എനിക്ക് അകത്തേക്ക് കയറാൻ തോന്നുന്നില്ല, അതാ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അയ്യപ്പന്മാരെല്ലാം വന്ന് അകത്തേക്ക് കയറിട്ടോ. അകത്തേക്ക് കയറി കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പ്രാർത്ഥിക്കുന്ന വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തണേ, എൻ്റെ അമ്മയുടെ സ്വഭാവം മാറ്റി നയനെ സ്നേഹിച്ചു തുടങ്ങണേ എൻ്റെ അമ്മ. ഞാൻ 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ അമ്മയുടെ എല്ലാ സ്വഭാവവും മാറി നല്ലൊരു സ്വഭാവം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണമേ, മരുമകളും അമ്മായിയമ്മയും ഒന്നിക്കണമേ എന്നൊക്കെ പറഞ്ഞാട്ടോ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനെ എല്ലാവരെയും ആരതി ഇങ്ങനെ ഒഴിയാണ് കേട്ടോ. ആരതി ഒഴിഞ്ഞ് അവിടെ വെച്ചു. അത് കഴിഞ്ഞപ്പം അയ്യപ്പന്മാരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ പ്രാർത്ഥിച്ച് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അവിടെ ദേവയാനിയും നമ്മുടെ അനാമികയും രേവതി നിപ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ നയനെ ഇറങ്ങി വന്നതും
നമ്മുടെ രേവതി പറഞ്ഞു എല്ലാവരെയും കയ്യിലെടുക്കുക ഭക്തിമാർഗത്തിലൂടെ. അപ്പൊ ദേവയാനി പറഞ്ഞു അത് ശരിയാ, എല്ലാവരെയും കയ്യിലെടുത്ത് കഴിഞ്ഞല്ലോ ഇവള് ദൈവത്തിന്റെ സഹിതം. ഇത് കേട്ടിട്ട് നമ്മുടെ നയനയ്ക്ക് വല്ലാത്തൊരു വിഷമം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുവാട്ടോ ചെയ്യുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാവരും കാത്തിരിക്കുക. കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ID ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.